എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല രുചികരമായിട്ടുള്ളൊരു മട്ടൻ ചോപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന ഒരു റിക്വസ്റ്റാണ് മട്ടൻ ചോപ്സ്. പൊറോട്ടയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മട്ടൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈരിൽ മട്ടൻ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്താൽ മട്ടന് വേറെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിൽ നിന്നും 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുക. ചെറിയ സ്പൂണാണ് ടീസ്പൂൺ, വലിയ സ്പൂൺ എന്ന് പറയുന്നത് ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരുപാട് എരിവ് കാണില്ല, എന്നാൽ നല്ല കളറും കിട്ടും. കുരുമുളകാണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. വീട്ടിലെങ്ങനെയാണ് ഗരം മസാല ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചമുളകും എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്. കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കിട്ടും. നമ്മളെടുത്തിരിക്കുന്ന കാന്താരി മുളകിന് നല്ല എരിവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വീണ്ടും മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേവിക്കാൻ നേരത്ത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 3 മുതൽ 4 വിസിൽ വരെ നിങ്ങൾക്ക് വേവിക്കാവുന്നതാണ്. ഓരോ മട്ടൻ്റെയും വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ കിട്ടുന്ന മട്ടന് 4 വിസിൽ മതി. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണ്ടി വരും. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരുംജീരകം ചേർക്കുന്നുണ്ട്. 5 ഏലക്കായ, പിന്നെ 1 കഷ്ണം പട്ട ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലിയാണ്. ഈ മുഴുവനെയുള്ള മല്ലി ഇങ്ങനെ വറുത്ത് നമ്മളിതിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. നമ്മളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, അതായത് ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടാണ്. ഫ്രഷ് ആയിട്ട് നമ്മുടെ തേങ്ങ തിരിങ്ങിയത് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം നമ്മളിത് വറുത്തരയ്ക്കുന്ന പോലെ ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആക്കി വറക്കണ്ട. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സഡ് ചെറിയ ജാറിലിട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. മട്ടൻ ചോപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ചേർക്കുന്ന ഒരു അരപ്പാണ്. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 തക്കാളി, ഒരു ചെറിയ തക്കാളി പിന്നെ വേറൊരു ചെറിയ തക്കാളിയുടെ പകുതി എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ 2 സവാള നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, അതുപോലെ തന്നെ കാന്താരി മുളക് ഒക്കെ ചേർത്തിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനാണ്. സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 2 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. മൊത്തത്തിൽ നമ്മൾ 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആ സവാള വഴറ്റുന്നതിലും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നതിലുമാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടാവുന്നതാണ്. നമ്മൾ ആദ്യം
മട്ടൺ വേവിച്ചപ്പോൾ 1 ടീസ്പൂൺ ഇട്ടു, ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ടു. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന കാന്താരി മുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഒരുപാട് എരിവ് ചേർക്കാത്തത്. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെയും കൂടെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവാകുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണം ഏകദേശം മാറിയതാണ്, അതുകൊണ്ട് ഒരുപാട് ഇളക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേവിച്ച മട്ടനാണ്, അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ നെയ്യും വെള്ളവും കൂടിയാണ് അത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു കപ്പോ 1/2 കപ്പോ ചൂടുവെള്ളം കൂടി ചേർക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വേണമെന്നുണ്ട്, അപ്പോൾ ഒരു 1/2 ടീസ്പൂണും പിന്നെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറുതീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മട്ടൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടി വിതറിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഈ മട്ടൻ കറി ചോറിന് കൂടെയും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന മട്ടൻ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇഷ്ടമുള്ള റെസിപ്പീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ വന്നൊരു റിക്വസ്റ്റാണ് മട്ടൻ ചോപ്സ്. അപ്പം വ്യക്തി ഇത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.